ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പുതുഞായറാണ്. ദൈവകരുണയുടെ തിരുനാൾ ദിനം കൂടി. ഈശോയുടെ ഉയർപ്പിൻ്റെ 8ാം ദിവസമാണ്. ഈശോ തൻ്റെ ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുന്നതായിട്ടും തോമാസ്ലീഹ അതിൽ അവിശ്വസിക്കുന്നതായിട്ടും പിന്നീട് ഈശോ തോമാസ്ലീഹായുടെ അടുത്തേക്ക് പ്രത്യേകമായിട്ട് കടന്നു വരുന്നതുമായിട്ടാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക. ഈശോയെ കണ്ടുമുട്ടിയ അനുഭവിച്ചറിഞ്ഞ തോമാസ്ലീഹ പറയുന്ന വാക്കുകളുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 28-ാം തിരുവചനം. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വലിയൊരു നെടുവീർപ്പാണ്. ഈശോയുടെ ഉയർപ്പ് സംശയിച്ച തോമാസ്ലീഹ ഈശോയെ അനുഭവിച്ചറിഞ്ഞപ്പോഴേക്കും ചങ്ക് പൊട്ടുന്ന ഉച്ചത്തിൽ വിളിച്ചു പറയുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതൊരു വലിയ പ്രാർത്ഥനയാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ വലിയൊരു സുഹൃത ജപമായിട്ട് നിലകൊള്ളുക. അനുഭവിച്ചറിഞ്ഞവൻ്റെ ആക്രോശം, അത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അണപൊട്ടി ഒഴുകിയ വാക്കുകളാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് കുറേ കാലമായല്ലോ, ക്രിസ്തുവിനെ അനുഭവിച്ചിട്ട് കുറേ കാലമായല്ലോ. ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സുഹൃതങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് അണുപൊട്ടിയിട്ടുണ്ടോ? ഒഴുകട്ടെ. നീ അനുഭവിച്ച ക്രിസ്തു നിൻ്റെ വാക്കുകളിലൂടെ പുറത്തോട്ട് വരട്ടെ. അത് മറ്റുള്ളവർക്കൊരു സാക്ഷിയാണ്. അത് കണ്ട് മറ്റുള്ളവർ ഈ ക്രിസ്തുവിനെ അനുഭവിക്കാനായിട്ട് ഇടവരും. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചുന്നു, കരങ്ങൾക്കൊപ്പം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നിന്നെ നോക്കി വിളിച്ച തോമാസ്ലീഹായുടെ അധ്യക്ഷത, ആ ഒരു അനുഭവം അതെന്നെ കേൾക്കുന്ന ഈ വ്യക്തിക്ക് നീ നൽകണമേ. ജീവിതത്തിൽ നിന്നെ പ്രഘോഷിക്കുവാനുള്ള കൃപ നൽകണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സർവ്വവിധ നന്മകൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.